വിദ്യാനികേതനിലേക്ക് ആയിരുന്നു പറഞ്ഞയച്ചത്. അതുകൊണ്ടാണല്ലോ ലവകുശന്മാര് പാടിയതും നമ്മൾക്കുന്നത് പഠിക്കാനും ഇട വന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? സാമ്പ്രദായികമായിട്ട് എവിടെ പോയാല് സാമ്പ്രദായികമായ വിദ്യ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ രാമൻ മറ്റ് ആഗ്രഹങ്ങൾക്ക് ഒന്നുമല്ല മുഖ്യത കൊടുത്തത്. സീതയുടെ ആ ഒരാഗ്രഹത്തെ മാത്രം എടുത്തിട്ട് വാൽമീകി ആശ്രമത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കാനാണ് പറഞ്ഞത്, പക്ഷെ ഉപേക്ഷിക്കുകയും ചെയ്തു. അത് യഥാവിധി വേണ്ട സ്ഥലത്തെത്തി. ഇതൊക്കെ അറിയാവുന്ന ആളായിരുന്നു രാമൻ. അങ്ങനെ എന്തായി? വേണ്ട വിധത്തിൽ നമുക്ക് ധർമ്മ വിഷയങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇത് കാരണമായി. അപ്പോ സമയം നമ്മളിവിടെ അതിക്രമിച്ചിട്ടുണ്ട്. സമയം 11 മണിയാണ് പറഞ്ഞത്. അതുകൊണ്ട് 11 കാലായിട്ടുണ്ട്. കാമണിക്കൂർ തുടങ്ങാൻ വൈകി, കാമണിക്കൂർ കഴിയാനും. അതുകൊണ്ട് 11:30 വരെ പോവാനാണ്. ധർമ്മ വിഷയങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാം. അതൊരു സാഗരം തന്നെയാണ്, ഒന്നും രണ്ടും കാര്യങ്ങളല്ല. സ്ത്രീ രത്നങ്ങൾ, സ്ത്രീ എന്നുള്ളത് രത്നമാണ്. രത്നങ്ങൾ രാജാവിന് അവകാശപ്പെട്ടതാണ് എന്ന് രാവണൻ തെറ്റിദ്ധരിച്ചു, ന്യായീകരിച്ചു. രാവണൻ അറിയാമായിരുന്നു എന്ത് രാമനാണ് വന്നതെന്നൊക്കെ. പക്ഷേ താൽക്കാലികമെന്നോണം മാരീചൻ ഉപദേശിക്കുന്നുണ്ട്, പലരും ഉപദേശിക്കുന്നുണ്ടെങ്കിലും ഉപദേശങ്ങളെ മുഴുവൻ തൃണവൽഗണിച്ചു രാവണൻ. എന്തുകൊണ്ട്? മോഹവശകനായതുകൊണ്ട്. അങ്ങനെ മോഹവശകനായ മനുഷ്യൻ, കാമമോഹിതയായ മനുഷ്യൻ തന്റെ കഴിവിനെ, തന്റെ വിവേകത്തെ മറയ്ക്കും എന്ന് വ്യക്തമായി കാണിച്ചു തരികയാണ് രാവണനിലൂടെ ചെയ്യുന്നത്. രാമനേക്കാൾ അധികം ശാസ്ത്രം പഠിച്ച ആളാരാ? സാമവേദജ്ഞ. ആരാണ്? രാമനല്ല, രാവണൻ. രാമനേക്കാൾ അധികം ശാസ്ത്രം പഠിച്ച ആള് രാവണൻ. അപ്പോ അങ്ങനെയുള്ള രാവണന്മാര് അന്ന് മാത്രമല്ല ഇന്നുമുണ്ട്. നേരത്തെ പറഞ്ഞു, രാവണൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വർഗമല്ല. അറിവുണ്ടായിട്ടും ആ അറിവ് വിപരീതമായി നാടിനെ നശിപ്പിക്കാൻ വേണ്ടി, രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ യജ്ഞം മുടക്കികളായവര്, സജ്ജനങ്ങൾക്ക് സദാചാരനിഷ്ഠരായി ധർമ്മപരിപാലനം ചെയ്യുന്നവർക്ക് ജീവിക്കാൻ വയ്യാത്തവരായി, അവരെ നശിപ്പിക്കുന്നവരായി തീരുന്നത് അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവ് ആവശ്യത്തിലധികമുള്ളത് കൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ ഇത് പ്രത്യക്ഷ പ്രമാണമാണ്. എന്താ? ഒരറിവില്ലാത്തവർക്ക് നിന്നല്ല ലോകത്തിന് ഏറ്റവും കൂടുതൽ തിക്താനുഭവങ്ങൾ ഉണ്ടാവുന്നത്. ആരിൽ നിന്നാണ്? ആവശ്യത്തിലധികം പുസ്തകജ്ഞാനം സർട്ടിഫിക്കറ്റും ഉള്ളവരിൽ നിന്നാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അത് തന്നെയാണ് രാവണൻ. അത് അന്നല്ല, ഇന്നും അങ്ങനെ തന്നെയാണ്. കൗശികനായ ഋഷിക്ക് അറിയാമായിരുന്നു സുബാഹുവിനെയും മാരീചനെയും ഇല്ലാതാക്കാൻ. അദ്ദേഹം പറയുന്നുമുണ്ടത്. ദശരഥനോട് പോയിട്ട് പറഞ്ഞു, അങ്ങ് എന്താണ് എഴുന്നള്ളിയത്? ഒരു ഋഷി, ഋഷയോ മന്ത്രദ്രഷ്ടാരാണ്, മന്ത്രദ്രഷ്ടാവായ ഒരു ഋഷി വീട്ടിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോ അത് വളരെ മഹത്വമായി കണ്ട അങ്ങയുടെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തു എന്ന് പറഞ്ഞപ്പോ അങ്ങ് പറയുന്നത് ഞാൻ സാധിപ്പിച്ചു തരാമെന്ന് പറയിപ്പിച്ചതിന് ശേഷം വിശ്വാമിത്ര മഹർഷിയോട് വാക്ക് കൊടുത്തപ്പോ അങ്ങയുടെ രാമകുമാരൻ രാമനെ പറഞ്ഞയക്കണം എന്റെ കൂടെ
എന്റെ യജ്ഞത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോ അയ്യോ രാമന് പകരം ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം കുട്ടികൾക്കത് അറിയില്ലല്ലോ, അവർ കൊച്ചുകുട്ടികളല്ലേ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുമ്പോ അല്ല, അതിൽ പല ഉദ്ദേശങ്ങളുണ്ടെന്ന് പറയുമ്പോ ഇനി അങ്ങക്ക് സംശയം ഉണ്ടെങ്കിൽ കുലഗുരുവായ വസിഷ്ഠനോട് ചോദിച്ച് തീരുമാനമെടുത്താൽ മതി എന്ന് പറഞ്ഞ് വസിഷ്ഠനുമായി തീരുമാനിച്ചതിന് ശേഷം തീരുമാനമെടുത്തു എന്ന് പറഞ്ഞയക്കാൻ. ഈ പറഞ്ഞയച്ച സമയത്ത് ഇവിടെ വിശ്വാമിത്രൻ പറയുന്ന ഒരു വാക്യമുണ്ട്, എന്നെ കൊണ്ട് കഴിയാനിട്ടൊന്നും അല്ല, പിന്നെന്താ, ഞാനിവിടെ ധർമ്മം സംരക്ഷിക്കാൻ മെനക്കെട്ടാൽ അത് നടക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ അത് ധർമ്മമല്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അതെന്റെ കർത്തവ്യമല്ല. അത് സംരക്ഷിക്കേണ്ടത് രാജാവിന്റെ അധികാരമാണ്. രാജ്യം ഭരിക്കുന്ന ഭരണകർത്താവിന്റെ അധികാരമാണെന്ത്? ധാർമ്മികമായി ജീവിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള സന്ദേശമാണ് അവിടെ നൽകുന്നത് വിശ്വാമിത്ര മഹർഷി. എന്നെ കൊണ്ട് കഴിയാനിട്ടല്ല, പക്ഷെ അത് അങ്ങയുടെ കർത്തവ്യമാണ്, രാജനീതിയാണ്. മനസ്സിലായല്ലോ? ഇന്നിപ്പോ എന്താ സ്ഥിതി? ധാർമ്മികമായി ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ അവസരമൊരുക്കി കൊടുക്കേണ്ടത് ഭരണകർത്താക്കളുടെ കർത്തവ്യമാണ്, അതെന്റേതല്ല എന്ന് പറഞ്ഞ വിശ്വാമിത്രന്റെ വാക്യങ്ങൾ പ്രമാണമായി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്നത് എന്താ? കർത്തവ്യാണോ? അല്ല, അവര് സ്വൈരമായി വിചാരിക്കുന്നു. എവിടെ നോക്കിക്കഴിഞ്ഞാലും അധർമ്മ സത്യമേവ ജയതേ, സത്യം മാത്രമേ ജയിക്കൂ അല്ലെ? നീതി നിയമപുസ്തകത്തിൽ ഉണ്ടാവും, പോലീസുകാരന്റെ തൊപ്പിയുടെ അടിയിൽ അവിടെയും ആ മുദ്രയുടെ അടിയിൽ ഉണ്ടാവും അല്ലേ? ഓരോ നോട്ടും കൈമാറും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിലും എന്താ ഉള്ളത്? എവിടെ നോക്കിയാലും അധർമ്മം. അതിന് ഏത് വിധത്തിലും സംരക്ഷണവും നൽകുന്നു ആര്? പലപ്പോഴും സർക്കാർ. ഒന്ന് ചിന്തിച്ചു, ആരാണോ ധർമ്മത്തിൽ ജീവിക്കുന്നത്, ആരാണോ സദാചാരനിഷ്ഠയിൽ ജീവിക്കുന്നത്, അവരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യജ്ഞസ്ഥലികളെ, ക്ഷേത്രം മുതലായവയെ, യജ്ഞം ചെയ്യുന്ന സ്ഥലങ്ങളെ, യജ്ഞസ്ഥലികളെ സംരക്ഷിക്കേണ്ടത് ആരുടെ കർത്തവ്യമാണ്? രാജാവിന്റെ, രഞ്ജിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന രാജാവിന്റെ കർത്തവ്യമാണ് എന്നുള്ള സന്ദേശമാണ് അവിടെ നൽകുന്നത്. അപ്പോ അങ്ങനെയാണ് വസിഷ്ഠന്റെ നിയോഗത്താൽ രാമനെ ഒപ്പം സഹായത്തിനായി ലക്ഷ്മണനെയും കൂട്ടി പോരട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. പറഞ്ഞു മനസ്സിലായി? അങ്ങനെയുള്ള സർവത്ര. അതേപോലെ സ്ത്രീകൾ എന്നുള്ളത് രത്നമാണ് എന്ന് പറഞ്ഞാൽ എന്താ? രത്നങ്ങളുടെ കൂട്ടത്തിൽ ആ സ്ത്രീകളെ പെടുത്തണം എന്ന് ആര് പറഞ്ഞു? താൽക്കാലികമെന്നോണം ന്യായീകരിച്ചു ആര്? കാമമോഹിതനായ രാവണൻ. ഈ കാമമോഹിതനായി കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രവർത്തിക്കുന്നു പറയാൻ വയ്യ. എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്, അത് മനുഷ്യനും അങ്ങനെ തന്നെയാണ്. വികാരങ്ങളാണ് മനുഷ്യന്റെ വിവേകത്തെ മറയ്ക്കുന്നത്. വികാരം വേണ്ട എന്നല്ല അതിന്റെ അർത്ഥം. ഈ ഫൈബർ കസേര പോലെ അല്ലെങ്കിൽ ആ തൂണ് പോലെ നിൽക്കണം എന്ന് പറഞ്ഞില്ല. മനസ്സിലായില്ല? ഒരു പ്രതികരണ ശേഷിയില്ലാതെ, ഒരു വികാരങ്ങളും ഇല്ലാതെ ഇരിക്കണം എന്നല്ല നൽകിയത്. മറിച്ചെന്താ? വികാരങ്ങൾ വേണം. പക്ഷേ വികാരങ്ങള് വിവേകത്താൽ നിയന്ത്രിതങ്ങളായിരിക്കണം. ഇല്ലെങ്കിൽ രാവണന്റെ ഗതി വരും. അറിവുണ്ടായിട്ട് പ്രയോജനമില്ല. 3 ഭാര്യമാരുണ്ടായിട്ട് ഒരു ഭാര്യയോട് പ്രത്യേകത കാണിച്ചു ആര്? കൈകേയി മാതാവിനോട്.
അത് രാജാവ് എന്ന നിലയ്ക്ക് വളരെ ദോഷകരമാണ്. എന്തുകൊണ്ട്? എത്ര ഉയരം കൂടുന്നുവോ അത്രയും വീഴ്ചയ്ക്ക് ശക്തി കൂടും. ഇപ്പൊ താഴ്ത്തുന്ന നമ്മൾ വീഴുന്നത് എത്ര ശക്തി ഉണ്ടാവുള്ളൂ? ഒരു കുറച്ച് ഉയരത്തിൽ കയറി നിന്നിട്ട് വീണാല് പരിക്ക് കൂടില്ലേ? അതേപോലെ ഒരാള്, ഒരു സാധാരണ മനുഷ്യൻ വീടും ആയിട്ട് കഴിഞ്ഞു കൂടുന്ന ഒരാള് ചെയ്ത തെറ്റിലേറെ, തെറ്റല്ല എന്നല്ല, അതിലേറെ തെറ്റ് കൂടും. ഏത്? പൊട്ട് തൊട്ട് അമ്പലത്തിലൊക്കെ പോയി തീർത്ഥയാത്രയൊക്കെ ചെയ്ത് നടക്കുന്ന ഒരാൾ ചെയ്താൽ. എന്തുകൊണ്ട്? അയാൾ എങ്ങനെയാണെന്ന് എനിക്കെന്തും ചെയ്യാലോ എന്ന് മറ്റുള്ളവരെ പോലെ തെറ്റിദ്ധരിപ്പിക്കും. വീഴ്ച തെറ്റ് ശക്തി കൂടില്ലേ? സാധാരണ വീണ് കഴിഞ്ഞാൽ ചിലപ്പോ കാലൊന്ന് മുറിയായി ഒടിഞ്ഞൊക്കെ വരും. പക്ഷെ കാല് മുറിഞ്ഞു പോയാലോ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് മുറിവ് ഉണങ്ങിന്ന് വരും, കാല് ഒടിഞ്ഞത് നികന്നു വരും. പക്ഷെ മുറിഞ്ഞു പോയാൽ പിന്നെ രക്ഷയുണ്ടോ? പിന്നെ എണീറ്റ് നടക്കാൻ പറ്റാത്ത സ്ഥിതി വരാൻ പാടില്ലല്ലോ. അതുപോലെ എത്രത്തോളം ഉയരം കൂടുന്നുവോ അത്രത്തോളം പരിക്ക് കൂടും അല്ലേ? അതേപോലെ ഈ രാജാവായ ഒരാള് പ്രത്യേക മമത കൈയ്യേക്ക് കൊടുത്താൽ അത് നല്ലതാണോ? അത് ധർമ്മമാണോ? ധർമ്മമാണോ? രാജാവിന് അങ്ങനെ ആവാമെങ്കിൽ പ്രജകൾക്ക് എന്തുമായിക്കൂടെ? അങ്ങനെ എന്താ രാജാവ് ചെയ്ത അധർമ്മം? ദശരഥ രാജാവ് ദുഃഖിക്കാൻ എന്താ കാരണം? ദശരഥ രാജാവ് ദുഃഖിക്കാൻ കാരണം കാട്ടിലൂടെ പോകുന്ന സമയത്ത് നായാട്ടിന് പോയപ്പോ അദൃശ്യമായ ദിക്കിനെ ഭേദിക്കാൻ വേണ്ടി അമ്പ് തൊടുത്തു വിടുകയും ആന വെള്ളം കുടിക്കാന്നാണ് വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പിന്നെ വെള്ളം കുടിച്ചത് രാജാവാണല്ലേ അല്ലേ? അപ്പൊ മുനികുമാരനായിരുന്നു എന്ന് മനസ്സിലായി. ദീനരോധനം കേട്ട് ചെന്ന് അമ്പ് വലിച്ചൂരിയപ്പോ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ച രാജാവിനോട് ദാഹജലത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അച്ഛനവന്മാരവിടെ, അവർക്ക് ഈ ദാഹജലം കൊണ്ട് കൊടുക്കൂ, അവര് തരുന്നത് വാങ്ങും ചെയ്തോളൂ, കിട്ടും ചെയ്തു. ശാപം അല്ലേ? അങ്ങനെ ഒരാളെ ശപിച്ചു എങ്കിൽ ആ ശാപം നടപ്പായതുകൊണ്ടാണോ ദശരഥൻ ദുഃഖിച്ചത്? എന്താ അഭിപ്രായം? നമ്മളിപ്പോ എന്തൊരു സദാചാരം ചെയ്തിട്ടും കാര്യമില്ല. ഏതെങ്കിലും ഒരു ദുർവാസാവ് നമ്മളെ വന്ന് ശപിച്ചാൽ, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ശപിച്ചാൽ, അല്ലെങ്കിൽ സന്യാസി ശപിച്ചാൽ അത് മുഴുവൻ വെള്ളത്തിലാവുമെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ സദാചാരം ചെയ്യണം? എന്തിനാ ധർമ്മത്തിൽ ജീവിക്കണത്? അവരെടുത്ത് പോയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് എന്നിങ്ങനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? എന്ത് തട്ടിപ്പും വെട്ടിപ്പും ചെയ്തിട്ട് കുറച്ച് പൈസയും കൊണ്ട് കൊടുത്ത്, അല്ലയോ ബ്രാഹ്മണ അങ്ങനെയാതാ പൂജിക്കണു, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? കിട്ടുവോ? അഥവാ ഇതൊക്കെ ചെയ്തിട്ടും അയാളൊരു ശാപം മതിയെങ്കിൽ സംഗതി കുഴപ്പമായില്ലേ? ശരിയാണോ ഈ പറഞ്ഞത്? അപ്പൊ ദശരഥൻ ദുഃഖിക്കാൻ കാരണം നായാട്ട് രാജാക്കന്മാർക്ക് വിധിച്ചതാണല്ലോ, ക്ഷത്രിയന്മാർക്ക് വിധിച്ചതല്ലേ നായാട്ട്? അങ്ങനെയാണെങ്കിൽ നായാട്ടിനെ പോയി അയാള് മുനികുമാരനാണെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ അമ്മ തൊടുത്തു വിട്ടത്, അപ്പൊ അറിയാതെ ചെയ്തതുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് വലിയൊരു മഹാപാപമായി കാണുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ? ശാപം കൊണ്ടാണോ ദശരഥൻ ദുഃഖിക്കാൻ കാരണം? അല്ല. പിന്നെന്തുകൊണ്ടാ? ദശരഥന് മനസ്സിലായി ഒരു നിമിഷം, അടുത്ത നിമിഷം മനസ്സിലായിരുന്നെങ്കിൽ ദശരഥൻ മരിക്കില്ലായി. മനസ്സിലാവാനും നന്നായി. പറഞ്ഞു മനസ്സിലായില്ല? കൈകേയിയല്ല മന്ദരയല്ലകൾ. പിന്നെന്തുകൊണ്ടാ? ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു ദശരഥൻ. എന്ത് ചോദിക്കണം, എപ്പോ ചോദിക്കണം എന്ന് പറയാതെ വരം കൊടുത്തു. അതല്ലേ ദശരഥൻ ദുഃഖിക്കാൻ കാരണം? ഒരു രാജാവ് ചെയ്യാൻ പാടുണ്ടോ? നമ്മളും ചെയ്യാൻ പാടില്ല കേട്ടോ. സംഖ്യയാത്ത ചെക്ക് കൊടുക്കുകയെ അല്ലെങ്കിൽ വായിച്ചു നോക്കാതെ ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇങ്ങനെയുള്ള അബദ്ധത്തിന് നമ്മളും പെടും. പക്ഷെ ഒരു രാജാവ് അങ്ങനെ ചെയ്താൽ രാജ്യത്തെ തന്നെ അടിയറവ് വെക്കുകയല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ അവിടെ അധാർമികമായ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ലേ ദശരഥൻ ദുഃഖിച്ചത്? അല്ലേ? അപ്പൊ സർവത്ര നമ്മുടെ ദുഃഖത്തിന് കാരണം എന്താണ്? ശാപാണോ? അങ്ങനെയാണെങ്കിൽ കൃഷ്ണനെ ശപിച്ചതല്ലേ? കൃഷ്ണനെ ശപിച്ചതല്ലേ? ആണോ?
അല്ല. പിന്നെന്താ? അനുഗ്രഹമല്ലേ. അത് ചിലരെ പറയും, ഒരാളൊരു കൊതുകിനെ അടിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് കൈ വീശി വിചാരിക്കുക. അടുത്ത് നിൽക്കുന്ന ഒരാള് അയാളുടെ മനോദൃഷ്ടി അനുസരിച്ച് അയാൾ പറയുന്നത്, അയാള് കണ്ടില്ലേ എന്നെ അടിക്കാൻ വേണ്ടിയാ കൈ വാങ്ങിയത്. മറിച്ച് ഒരാൾ അടിക്കാൻ വേണ്ടി എന്നെ കൈ വാങ്ങിയെന്ന് വിചാരിക്കുക. പക്ഷേ അയാള് ചിലപ്പോ അയാളുടെ മനോദൃഷ്ടി അനുസരിച്ച് അയാൾ വിചാരിക്കേണ്ടത്, അയാൾ എന്നെ അടിക്കാനൊന്നല്ല, ഒരു കൊതുക് അറിയെ പറയപ്പോ അതിനടിക്കാൻ വേണ്ടി കൈ വാങ്ങിയത്. അപ്പൊ വാസ്തവത്തിൽ ആരാണ് നമ്മുടെ ശത്രുവും മിത്രവും നമ്മുടെ ശാപവും അനുഗ്രഹവുമായി മാറുന്നത്? നമ്മൾ സ്വീകരിക്കുന്ന ദൃഷ്ടി അനുസരിച്ചിട്ടാണ്. പറഞ്ഞു മനസ്സിലായില്ല? അതുകൊണ്ട് നമ്മളുടെ കർമ്മഫലമാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. കൈകേയല്ല, മാന്തരയല്ല, ഒരാൾക്കും നമ്മളെ ശപിക്കാൻ പറ്റില്ല. ശപിക്കുന്നുണ്ടെങ്കിൽ അയാൾ ബ്രാഹ്മണനല്ല, ബ്രാഹ്മണൻ ശപിക്കില്ല. ശപിച്ചാൽ ചിലപ്പോ അയാൾ തന്നെ ശാപത്തിന്റെ ഫലമായിട്ട് ബ്രഹ്മരക്ഷസായിട്ട് വന്നേക്കാം, കൂടിയേക്കാം. അല്ല, നമുക്ക് കേൾക്കാൻ പോകുന്നില്ല. നമ്മൾ കേൾക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അത്? ധർമ്മരക്ഷ മാത്രമാണ്. ധർമ്മത്തിൽ ജീവിക്കുന്നവന് ഒരു ശാപവും ഏൽക്കില്ല. ഏറ്റാൽ അത് അനുഗ്രഹമായി മാറും. ഈ ഒരു തത്വത്തെ പ്രദാനം ചെയ്യുകയാണ് രാമായണം ചെയ്യുന്നത്. അതുകൊണ്ട് എന്തേ വഴിയല്ലോ? ധർമ്മം ചരാ. ധർമ്മത്തിൽ ജീവിക്കുന്ന രാമന് നിമിത്തങ്ങളെ നോക്കേണ്ടി വന്നില്ല. അല്ലാത്തവർ നിമിത്തങ്ങളെ നോക്കും. ദശരഥൻ നോക്കി. കല്യാണം കഴിഞ്ഞു പോരുമ്പോ ദശരഥന്റെ അല്ല, രാമന്റെ. അച്ഛൻ നോക്കി, മകൻ നോക്കിയില്ല. കിളിപ്പാട്ടിൽ ഒന്ന് ലളിതാക്കിയിട്ടുണ്ട്. വില്ലിങ്ങു തന്നാലും ആകിലോ കുലത്തിടാമില്ലെങ്കിൽ തിരുവുള്ള കേടും ഉണ്ടാകാൻ വേണ്ട, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. വില്ല് തരൂ, ലക്ഷ്യം കാണിച്ചു, ലക്ഷ്യം വെറുതെ ആവില്ല. ഒറ്റ ആജ്ഞ. പറഞ്ഞു മനസ്സിലായില്ല? വരുന്ന സമയത്ത് ഭൂതവും ഭാവിയും വർത്തമാനവും വിചാരിച്ച് ജാതകം നോക്കി, നിമിത്തം നോക്കി, അതിനനുസരിച്ച് ജീവിക്കുന്നവരല്ല ഏത്? ധർമ്മത്തിൽ ജീവിക്കുന്നവർ. അത് ജീവിക്കണം. ആർക്ക്? അധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക്. ധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് നിമിത്തങ്ങളുടെ പിന്നാലെ പോവണ്ട. ജാതകദോഷം അയാൾക്ക് പ്രശ്നമല്ല, അത് അനുഗ്രഹം. ചൊവ്വാദോഷായാൽ പറഞ്ഞു മനസ്സിലായല്ലോ? അയാൾക്ക് ചൊവ്വാദോഷം അനുഗ്രഹം. ചൊവ്വാദോഷത്തിന് പരിഹാരം എന്താണ്? ബുധനാവുകയോ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടായാൽ മതി. ബുധൻ നമ്മൾ അറിവുള്ളവരാവുക, അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വ്യാഴ ഗുരുവിന്റെ സ്ഥാനത്താണ്. ഗുരുജനങ്ങളുടെ രാമനാമ ആചാര്യനും അല്ലേ, മറ്റു ഗുരുഭൂതന്മാർ മറ്റുള്ളവരും അനുഗ്രഹിച്ചാൽ എന്തായി? ധർമ്മത്തിൽ ചരിക്കാൻ വേണ്ടി നമ്മൾ അനുഗ്രഹിച്ചാൽ യാതൊരു സംശയവുമില്ല, മറ്റ് ഒന്നിന്റെയും പിന്നാലെ നമുക്ക് പോകേണ്ടി വരില്ല. അതുകൊണ്ട് എന്തുണ്ട്? നിമിത്തങ്ങളെ നോക്കി അല്ല ജീവിക്കുന്നത്, ഇന്ന് ജീവിക്കുന്നു. പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരുമെന്ന് വിചാരിച്ച് ദിൽപുരുഷൻ ഗതി ഏതുമറിയാതെ മൂഢാത്മാക്കൾ ജീവിക്കുന്നത് പോലെ അല്ല ധർമ്മത്തിൽ വസിക്കുന്നവരുടെ ജീവിതം ഇന്ന് ജീവിക്കുന്നു. ഇന്നിപ്പോ ദുഃഖം കുറച്ചൊക്കെ അനുഭവിച്ചാലും തിരക്കടില്ല, ഈ ജന്മത്തിൽ കുറച്ച് കഷ്ടപ്പെട്ടാലും തിരക്കടില്ല, മരിച്ചുപോയാൽ പുണ്യം കിട്ടും വിചാരിച്ചിട്ടുമല്ല. മനസ്സിലായില്ലേ? അമ്പലത്തിൽ പോയിട്ട് വഴിപാട് ചെയ്തു കഴിഞ്ഞാല് നാളെ എനിക്ക് അതിലേറെ വേറെ വല്ലതും കിട്ടാനുണ്ട് എന്ന് വിചാരിച്ചിട്ടുമല്ല. പിന്നെന്താ? ഉള്ളത് ഇപ്പോ ഇവിടെ ഇങ്ങനെ സദ്യോമുക്തി, ക്രമമുക്തിയല്ല. മരിച്ചു പോയിട്ട് സ്വർഗം കിട്ടാൻ അല്ല, മരിച്ചു പോയിട്ട് സുഖം കിട്ടാൻ അല്ല. ജീവിച്ചിരിക്കുമ്പോ ഇപ്പോ ഇവിടെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെട്ട് സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി, മനസ്സിലായില്ല? അങ്ങനെ ഈ വർത്തമാനത്തെ കാലത്തിൽ ജീവിക്കാൻ അതിന് ധർമാചരണം മാത്രമേ വഴിയുള്ളൂ. അധർമ്മത്തിൽ ജീവിക്കുന്നവർക്ക് ഈ ജന്മവും ഇല്ല, പിന്നെയല്ലേ വരും ജന്മം. ഇവിടെ തന്നെ ശാന്തി ഇല്ല, പിന്നെ അപ്പുറത്ത് കിട്ടുന്ന വല്ല പ്രതീക്ഷയുണ്ടോ? സംശയാത്മാ വിനശ്യതി. സംശയിക്കുന്നവര് ഇന്ന് തന്നെ ഇല്ല, പിന്നെ നാളെ ഉണ്ടോ ചോദ്യം. അതുകൊണ്ട് ഇന്ന് ഇപ്പോ ഇങ്ങനെ ഇരുന്നു കൊണ്ട്, ഈ രൂപത്തിൽ ഇരുന്നു കൊണ്ട്, സ്ത്രീയോ പുരുഷൻ ആരോ ആവട്ടെ, നരകവാരിതിനടുവിലല്ല. പറഞ്ഞേ, ജംബുദ്വീപിൽ, ഏഷ്യ വൻകരയിൽ, ഭാരതം എന്ന ഈ ഖണ്ഡത്ത്
പറഞ്ഞു മനസ്സിലായില്ലേ? അതിൽ പുല്ലായിട്ടല്ല നമ്മൾ ജനിച്ചത്, മനുഷ്യരായിട്ടാണ്. ഇനി പ്രത്യേകം ഒരു അധികാരം നമുക്ക് ലഭിക്കാനില്ല, എല്ലാം ഉണ്ട് ഇവിടെ. സമ്പന്നരാണ് നമ്മൾ, ദരിദ്രരല്ല. ആ സമ്പത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു ചെറിയ രാമായണവും. 4000 ശ്ലോകങ്ങളുള്ള അധ്യാത്മരാമായണത്തിന്റെ ഒരു 90% എടുത്ത കിളിപ്പാട്ടാകാം. പറഞ്ഞു മനസ്സിലായില്ലേ? പക്ഷെ അത് നമ്മളിൽ അല്പമെങ്കിലും ധർമ്മചിന്തയെ ഉയർത്താൻ കാരണമാകുമെങ്കിൽ എന്തുണ്ടാവും? ദുഃഖിക്കേണ്ടി വരില്ല. ദുഃഖത്തിന് കാരണം അധർമ്മമാണ്. ധർമ്മത്തിൽ ജീവിക്കുന്നവൻ ദുഃഖിക്കില്ല. എന്റെ ദുഃഖത്തിന് മറ്റാരെയും വഴിചാരിയിട്ട് കാര്യമില്ല. പിന്നെന്തേ ഉള്ളൂ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം വേറെ ആരും അനുഭവിക്കില്ല. അല്ലേ? അച്ഛനമ്മമാര് ചെയ്ത കർമ്മത്തിന്റെ ഫലമല്ല ഞാൻ അനുഭവിക്കുന്നത്. മക്കൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമല്ല അച്ഛനമ്മമാർ അനുഭവിക്കുന്നത്. അവിടെ പിതൃകർമ്മമൊക്കെ പ്രശ്നം വരാം. പക്ഷേ അതൊക്കെ സ്ഥാനമുണ്ട്. എങ്ങനെ? അച്ഛനമ്മമാർക്ക് തൃപ്തിയാവും മക്കൾ ഭക്ഷണം കഴിക്കാൻ. എങ്ങനെ തൃപ്തിയാവും? വിശപ്പ് മാറില്ല, സന്തോഷം. മക്കള് വിശന്നിരിക്കുമ്പോ അമ്മയ്ക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മക്കള് ഭക്ഷണം കഴിച്ചപ്പോ അമ്മയ്ക്ക് നല്ല സംതൃപ്തിയായി. പക്ഷെ അമ്മയ്ക്ക് വിശപ്പ് മാറില്ല. വിശപ്പ് മാറണമെങ്കിൽ എന്ത് വേണം? അമ്മ എന്നെ കഴിക്കണം. കേൾക്കണം അമ്മേ തെളിഞ്ഞു നീ. ലക്ഷ്മണൻ കേട്ടാ പോരാ, അമ്മയും കേൾക്കണം. പറഞ്ഞു മനസ്സിലായല്ലോ? അവിടെ ഉപദേശിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഓരോ വാക്യങ്ങളും ധർമ്മത്തെ കുറിച്ചുള്ള ആചരണങ്ങള് പ്രസംഗിക്കാനുള്ളതല്ല, പ്രസംഗിച്ചത് ക്ഷമ ചോദിക്കുന്നു. രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണെന്നുള്ള വിഷയം പ്രസംഗിക്കേണ്ടതല്ല, പിന്നെന്താണ്? ആചരിക്കേണ്ടതാണ്. ആചരണം ഒട്ട് ബാഹ്യമായ ദൃഷ്ടിയോടുകൂടി കാണുകയുമില്ല. അതിനെന്ത് വേണം? കൂടെ ഒപ്പം സഞ്ചരിക്കണം. എങ്കിൽ രാമസ്യ അയനം എന്ന് രാമായണത്തിന് അർത്ഥം പറയുമ്പോ രാമന്റെ ജീവിതം, രാമന്റെ ഒപ്പം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? അത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ നമുക്ക് വരുത്താൻ കഴിയുമ്പോ രാമന്റെ ഓരോ പ്രവൃത്തിയും മുഖ്യധർമ്മത്തെയും ഗൗണധർമ്മത്തെയും വേർതിരിച്ച് നമ്മളെ മനസ്സിലാക്കിയിട്ട് തരാൻ വേണ്ടി ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കുമ്പോ സർവ ദുഃഖത്തിനും കാരണം വേറെ ആരുമല്ല, ഞാനാണ്. അതെന്തിലുള്ള അധർമ്മങ്ങളാണ്. ആ അധർമ്മത്തെ അനുഭവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട്, അനുഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പഠിക്കാൻ പറ്റണം നമുക്ക്. പറഞ്ഞു മനസ്സിലായി? അനുഭവങ്ങളെ വിലയിരുത്തുന്നവന് ഏറ്റവും ശരിയായ രാമായണം ഏതാ? രാമന്റെ ജീവിതമല്ല, രാമന്റെ ജീവിതത്തെ പിൻപറ്റി നമ്മുടെ ജീവിതം. അനുഭവങ്ങളെ വിലയിരുത്തുന്ന ഒരാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ രാമായണം ഏതാണ്? എല്ലാ കാലത്തും രാമന്റെ ജീവിതമല്ല, രാമന്റെ ജീവിതത്തെ പിൻപറ്റി അതൊരു ഗൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, ഗൈഡ് കാണാതെ പഠിക്കാനല്ല, പിന്നെന്താണ്, അതൊരു സഹായമായിട്ട് സ്വീകരിച്ചുകൊണ്ട് എന്ത് വേണം? നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ വിലയിരുത്തുകയാണ് വേണ്ടത്. പറഞ്ഞ മനസ്സിലായി വിചാരിക്കണം. ഇത് പറഞ്ഞപ്പോഴാ ഓർമ്മ വരുന്നത്, ഒരിക്കൽ കാശിയിൽ വെച്ചിട്ട് ഭാര്യനെ കാണാനില്ലാതായി. ഭാര്യനെ കാണാനില്ലാതായപ്പോ അയാൾ ആശ്രമത്തിൽ പോയി പറഞ്ഞു. അപ്പൊ ആശ്രമത്തിൽ പോയ പറഞ്ഞപ്പോ അവിടുത്തെ മഠാധിപതി ചോദിച്ചു അത്രേ, അല്ല അങ്ങ് രാമായണം വായിച്ചിട്ടില്ലേ? അപ്പൊ അയാൾ പെട്ടെന്ന് ഈ രാമായണം വായിക്കലും എന്റെ ഭാര്യനെ കാണാനും തമ്മിൽ എന്താ ബന്ധം? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്, രാമായണത്തില് സീതേനെ എവിടെയാണ് നടത്തിയിരുന്നത്? അപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം. സമയം കഴിഞ്ഞിട്ടുണ്ട്, പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് തൽക്കാലം. അപ്പൊ രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹമാണെന്ന് ആദ്യം പറഞ്ഞത് മാരീചനാണ്, ഓർക്കുക. പിന്നെയും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് മാരീചനാണ്. ശത്രുക്കളെ പോലും കൊണ്ടുപോലും പ്രശംസിപ്പിക്കപ്പെട്ട ആ രാമൻ എന്തിന്റെ പേരിലാണ് ഇന്നും സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം ഈ രാമായണം ഉണ്ടാവുമെന്ന് പറയുമ്പോ
അതെന്തുകൊണ്ടാ ഉള്ളത്? അത് ധർമ്മ വിഷയത്തെയാണ്. അതുകൊണ്ട് ധർമ്മത്തെ ജീവിതത്തിൽ ആചരിക്കുക, പ്രസംഗിക്കുകയല്ല വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ ശ്രീരായ പദയേ നമഃ.